ഹലോ ഓൾ, എല്ലാവർക്കും ടെക് PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ഇന്നലെ പുറത്തിറക്കിയ വിജ്ഞാപനത്തെ പറ്റിയാണ്. അതായത് 30 ഒക്ടോബർ 2023 വിവിധ ട്രേഡ്സ്മാൻ തസ്തികകൾ, അതായത് 13ഓളം തസ്തികകളിലേക്കാണ് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഓരോ തസ്തികയെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഗസറ്റ് ഡേറ്റ് 30/10/2023 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 29/11, അതായത് നവംബർ 29 കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 418/2023 മുതൽ 430/2023 വരെയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. നെയിം ഓഫ് പോസ്റ്റ് ട്രേഡ്സ്മാൻ ആണ്. ട്രേഡ്സ്മാൻ്റെ തന്നെ 13ഓളം ട്രേഡ്സ്മാൻ തസ്തികകളിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത്. സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ 26,500 മുതൽ 60,700 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി സ്റ്റേറ്റ് വൈഡ് ആണ്. ഇപ്പോൾ മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ ട്രേഡ്സ്മാൻ തസ്തികകൾ ഡിസ്ട്രിക്ട് വൈസ് ആണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ സ്റ്റേറ്റ് വൈഡ് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേക്കൻസിയുടെ എണ്ണം ഒരുപാട് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഓരോ തസ്തികയും നോക്കാം. കാറ്റഗറി നമ്പർ ആദ്യത്തത് കാറ്റഗറി നമ്പർ 418/2023 സർവേ, ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ പോസ്റ്റ് കാർപ്പൻട്രി 419/2023 കാറ്റഗറി നമ്പർ 8 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടുത്തത് 420/2023 ഫിറ്റിംഗ് 17 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാലാമത്തെ തസ്തിക 421/2023 2 വീലർ 3 വീലർ മെയിൻ്റനൻസ്, ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 422/2023 സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഒരു വേക്കൻസി. 423/2023 പ്രിൻറ്റിംഗ് ടെക്നോളജി, ഒരു വേക്കൻസി. 424/2023 മൗൾഡിംഗ് അല്ലെങ്കിൽ ഫൗണ്ടറി, 2 വേക്കൻസി. 425/2023 ഷീറ്റ് മെറ്റൽ, 7 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 426/2023 കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 14 വേക്കൻസികളുണ്ട്. 427/2023 ഇലക്ട്രോണിക്സിൽ 20 വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 11ാമത്തെ തസ്തിക 428/2023 ഇലക്ട്രിക്കൽ 24 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 429/2023 ഇൻഫർമേഷൻ ടെക്നോളജി 3 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി പ്ലംബിംഗ് 430/2023 കാറ്റഗറി നമ്പർ 11 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കാം. ഡയറക്റ്റ് ആണ്. ഏജ് ലിമിറ്റ് നോക്കാം. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1987 1/1/2005 ഇടയിലോ ആ ദിവസത്തോ ജനിച്ചവർക്ക് ഈ തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാറ്റഗറി ബേസ്ഡ് ഏജ് റിലാക്സേഷൻസ് ഈ തസ്തികയ്ക്കും ബാധകമാണ്. ക്വാളിഫിക്കേഷൻ നോക്കാം. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ THSLC, അതായത് ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച്, നിങ്ങൾ ഏത് തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യുന്നോ ആ ബ്രാഞ്ചിൽ. അല്ല എന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, അതായത് സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ കൂടാതെ NDC ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച്, NDC സർട്ടിഫിക്കറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച്. അതില്ല എന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗ് ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച്, അതും അല്ലെങ്കിൽ VHSC സർട്ടിഫിക്കറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഉണ്ടായിരുന്നാൽ മതി. കൂടാതെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് ഈ തസ്തികയ്ക്കെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ തസ്തികകളെ പറ്റി പറയാനുള്ളത്. ഓരോ തസ്തികകളെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഈ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നവംബർ 29. അപ്പോൾ ഇപ്പോൾ ഓപ്പൺ ആണ്. കഴിവതും നേരത്തെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം ടെക് PSC.